ഹലോ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മളിന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന FIUG പ്രോഗ്രാമിലെ 3rd സെമസ്റ്ററിൽ വരുന്ന MDC ഹിന്ദിയെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾക്ക് ഈ പേപ്പറിൽ മെയിനായിട്ട് കേരളത്തെ പറ്റിയാണ് പഠിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ കേരള നോളജ് സിസ്റ്റം KKS എന്നും നമ്മൾ ഈ പേപ്പറിനെ പറയുന്നുണ്ട്. നമ്മൾ ഈ വീഡിയോയിൽ സ്പെസിഫിക്കായിട്ട് BA ഓണേഴ്സിന് വരുന്ന MDC അല്ലെങ്കിൽ KKSയെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളുടെ BA ഓണേഴ്സിന് വരുന്ന ഹിന്ദിയുടെ ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമ്മളുടെ ടെക്സ്റ്റിൻ്റെ പേര് വരുന്നത് കേരള കാ സാംസ്കൃതിക് ഇതിഹാസ് അഥവാ ദ കൾച്ചറൽ ഹിസ്റ്ററി ഓഫ് കേരള എന്നുള്ളതാണ് വരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ സിലബസിനെ 4 മൊഡ്യൂളായിട്ടാണ് നമ്മൾ മെയിനായിട്ട് തിരിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ 5ാമത്തെ മൊഡ്യൂൾ അഥവാ ഓപ്പൺ എൻഡഡ് മൊഡ്യൂളും കൂടി നമുക്ക് വരുന്നുണ്ട്. നമ്മൾക്ക് വരുന്ന ഫസ്റ്റ് മൊഡ്യൂളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോ കേരള എന്നുള്ളതാണ് ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ പേര് വരുന്നത്. ഇതിൽ നമുക്ക് 5 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. ആദ്യ ഭാഗത്ത് കേരള അറ്റ് എ ഗ്ലാൻസ് എന്ന് പറയുന്നതാണ് വരുന്നത്. അവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ഓൾമോസ്റ്റ് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമുക്കറിയുന്ന കേരളത്തെ പറ്റി തന്നെയാണ് പറയുന്നത്. ജിയോഗ്രഫിക്കൽ പെക്യുലാരിറ്റീസ് എന്താണ്, സംഗം ഏജ് എന്താണ്, ചേര ആൻഡ് കുലശേഖര ഡൈനസ്റ്റീസിനെ പറ്റി പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അറൈവൽ ഓഫ് യൂറോപ്യൻസ്, കേരള സ്റ്റേറ്റ് ഫോർമേഷൻ, റൈസ് ഓഫ് മോഡേൺ കേരള എന്നിങ്ങനെയാണ് ആ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ള ഭാഗങ്ങൾ വരുന്നത്. ഇനി ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ തന്നെ 2ാമത്തെ ഭാഗം എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ കേരള റിനയസൻസ് ഐക്കൺസ് ആൻഡ് ദെയർ കോൺട്രിബ്യൂഷൻ എന്നുള്ളതാണ് വരുന്നത്. ഇവിടെ നമുക്ക് മെയിനായിട്ട് 4 ആൾക്കാരെ പറ്റിയാണ് പഠിക്കാനുള്ളത്. നമുക്ക് വളരെ സുപരിചിതമായ ആൾക്കാരാണ് ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, പണ്ഡിറ്റ് കറുപ്പൻ, ദാക്ഷായണി വേലായുധൻ എന്നിവരാണവർ. ഇനി നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഹെറിറ്റേജ് ആൻഡ് ഫെസ്റ്റിവൽസ് എന്നുള്ളതാണ് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ പേര് വരുന്നത്. ഇവിടെ നമുക്ക് 4 ചാപ്റ്റേഴ്സ് തന്നെയാണ് പഠിക്കാനുള്ളത്. അതിലാദ്യത്തെ വരുന്നത് ബുദ്ധിസ്റ്റ് ആൻഡ് ജൈൻ സ്ട്രക്ചേഴ്സ് ഇൻ കേരള. അതിൻ്റെ ഉള്ളിൽ കരുമാടിക്കുട്ടൻ, കല്ലിൽ കേവ് മന്ദിർ, മുസിറിസ്, മട്ടാഞ്ചേരി പാലസ് ആൻഡ് അറക്കൽ പാലസ് എന്നിങ്ങനെയാണ് വരുന്നത്. അതിനുശേഷം അടുത്ത ചാപ്റ്ററിൽ തൃശ്ശൂർ പൂരവും കുടമാറ്റത്തെ പറ്റിയും നമ്മൾ പഠിക്കുന്നു. അത് കഴിഞ്ഞാൽ സ്നേക്ക് ഗ്രൂവ്സ് അതെന്താണെന്നുള്ളത് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിനുശേഷം അവസാനമായി ട്രൈബൽ ആർട്ട് ഫോംസ് ഇൻ കേരള, കുറുമ്പൂർ നൃത്യം, പണിയാർ കളി, തെയ്യം, പുലിക്കളി എന്നിങ്ങനെ സ്പെസിഫിക്കായിട്ട് നമ്മൾ പഠിക്കുന്നു. അതിനുശേഷം 3rd മൊഡ്യൂളിലേക്ക് കടക്കുകയാണ് എങ്കിൽ റോൾ ഓഫ് ആർട്സ്, സിനിമ, ലിറ്ററേച്ചർ ആൻഡ് സ്പോർട്സ് ഇൻ സോഷ്യൽ കോൺഷ്യസ്നസ് എന്നുള്ളതാണ് നമ്മുടെ 3rd മൊഡ്യൂളിൻ്റെ പേര് വരുന്നത്. ഇതിലും നമുക്ക് 4 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. ആദ്യം തന്നെ KPAC, നമ്മൾ ആ പേര് ഒരുപാട് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു ആസ്തറ്റിക് അപ്രോച്ച് ഇൻ കേരള, ഓവർവ്യൂ ഓഫ് KPAC. അതിൻ്റെ ഉള്ളിൽ തന്നെ ആ ഒരു ചാപ്റ്ററിൽ തന്നെ ചെമ്മീൻ എന്ന് പറയുന്ന രാമു കരിയാട്ടിൻ്റെ ഫിലിമിനെ പറ്റി കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അടുത്ത ചാപ്റ്ററിൽ VT ഭട്ടതിരിപ്പാട് എഴുതിയിട്ടുള്ള അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രസിദ്ധമായ കൃതിയുടെ സമ്മറിയെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ കേരള, ഇൻട്രൊഡക്ഷൻ ടു കേരള കലാമണ്ഡലം ആൻഡ് സാഹിത്യ അക്കാദമി അവയെപ്പറ്റിയും നമ്മൾ ഡിസ്കസ് ചെയ്യും. അവസാനമായി സ്പോർട്സ് അക്കാഡമീസ്, അതായത് കേരളവുമായി ബന്ധപ്പെട്ട സ്പോർട്സ് അക്കാഡമീസിനെ പറ്റിയും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഇനി 4th മൊഡ്യൂളിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ കേരള ടുവേർഡ്സ് മോഡേണിറ്റി, റിനൗഡ് കേരള മോഡൽ. ഇതിനുള്ളിൽ നമുക്ക് ഒരുപാട് പോളിസീസിനെ പറ്റിയും പ്രോഗ്രാംസിനെ പറ്റിയുമാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. ലിറ്ററസി പ്രോഗ്രാംസ്, എഡ്യൂക്കേഷണൽ പോളിസീസ്, എക്കണോമിക് പോളിസീസ്, ഹെൽത്ത് പോളിസി, വിമൻ ആൻഡ് ചിൽഡ്രൻ വെൽഫെയർ പ്രോഗ്രാംസ്, എൻ്റർപ്രണർഷിപ്പ്, റെയിൻബോ ക്ലബ്, LGBTQ ഇത്രയുമാണ് നമുക്ക് 4th മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. ഇനി ഇതെല്ലാം കഴിഞ്ഞ് ഓപ്പൺ എൻഡഡ് മൊഡ്യൂളിലേക്ക് കടക്കുകയാണ് എന്നുണ്ടെങ്കിൽ മെഡിക്കൽ ടൂറിസം ഇൻ കേരള, കൾച്ചറൽ ടൂറിസം, ഫോക്ലോർ, ഫെസ്റ്റിവൽ, ഫുഡ് ഹിസ്റ്ററി എന്നിവയാണ് അതിൽ വരുന്ന സജസ്റ്റഡ് ടോപ്പിക്സ്. നമുക്കറിയാം 5th മൊഡ്യൂളിൽ നിന്ന് സാധാരണയായി നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാറില്ല. ഇത് നമ്മളുടെ എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റി എന്നുള്ള രീതിയിൽ നിൽക്കുന്നതാണ്. ഇനി നമ്മൾ ഇത്രയും നേരം പറഞ്ഞ നമ്മളുടെ സിലബസിനെ തന്നെ എങ്ങനെയാണ് ബുക്കിൽ അവതരിപ്പിച്ചിരിക്കുന്നത്, അതിൻ്റെ എല്ലാം ഹിന്ദി എന്താണ് എന്നുള്ളതാണ് അവസാന സ്ലൈഡിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് BA ഓണേഴ്സ് എടുത്ത കുട്ടികൾക്ക് വരുന്ന 3rd സെമസ്റ്ററിലെ ഹിന്ദി, അതായത് MDC ഹിന്ദി അല്ലെങ്കിൽ KKS ഹിന്ദി ഫോർ BA ഓണേഴ്സ് പ്രോഗ്രാം, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അത്രയേ ഉള്ളൂ. താങ്ക് യു.